അസ്സലാമു അലൈക്കും. യെസാർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആമൂർ ഫിഷ് ഓവനിൽ വയ്ക്കാൻ വേണ്ടിയാണ്. ഇതാ നോക്കൂ, ഇതേമാതിരി 2 കിലോ വരുന്ന ഈ ആമൂർ ഫിഷാണ്. ഇതാ നോക്കൂ, ഇതേമാതിരി വരുന്ന ഒരു ആമൂർ ഫിഷ് ഞാൻ വാങ്ങി കട്ട് ചെയ്ത് ഈ കട്ടിങ് ഒന്നീ ബട്ടർഫ്ലൈ കട്ടിങ് എന്ന് പറയും, അല്ലെങ്കിൽ ബുക്ക് കട്ടിങ് എന്ന് പറയും. ഇതാണ് ആ മീൻ. കണ്ടല്ലോ നിങ്ങൾ ഈ മീൻ. ഇതേമാതിരി കഴുകി വൃത്തിയാക്കി ഞാൻ ഇതേമാതിരി ബുക്ക് കട്ടിങ്ങിന് എടുത്ത് ക്ലിയറാക്കി വെച്ചേക്കാണ്. അതിനാവശ്യമായ മസാലകളാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 വറ്റലോളവ് കുതിർത്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി വെൽ പേപ്പർ ചുവപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി. നോക്കൂ, 6 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ സവാളയാണ്, ചെറിയ ഉള്ളി കണക്കുള്ള ചെറിയ സവാള. ഇത്രയും സാധനം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സ്പൈസീസാണ് പറയാൻ പോകുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ക്രഷ് പാപ്രിക്ക, എരിവില്ലാത്തതാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സ്പൈസീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പുളിവെള്ളം ആയാലും കുഴപ്പമില്ല, ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ തക്കാളി പേസ്റ്റ് വേണം. ഇതെല്ലാം കൂടി നമുക്കിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതേമാതിരി ഒരു മെഷീനിലോട്ടിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. എല്ലാം കൂടി ഞാൻ ഇതിലോട്ടൊന്ന് ഇടാൻ പോയിട്ട് അത് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. സ്പൈസീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് എല്ലാം കൂടി ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കണ്ട പേസ്റ്റാക്കി എടുത്ത്. ഇനി ഈ ഏത് മീനിനും ഈ പേസ്റ്റ് ഏത് മീനിനും നമുക്കിത് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ആവശ്യത്തിന് ഇതിലോട്ട് മസാല തേച്ച് കൊടുക്കാം. നല്ല രീതിയിൽ നോക്കിക്കാണി, മസാല തേച്ച് കൊടുക്കും. നല്ല എല്ലാ സ്ഥലത്തും പിടിക്കണമെന്ന് അതിന് മസാല തേച്ച് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നോക്കിക്കാൻ നല്ല രീതിയിൽ ഞാൻ മസാല ഈ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ട്രേയിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ മീനൊന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നോക്കി വലിയ ട്രേയിലോട്ട് മീനൊന്ന് വെച്ച് കൊടുത്ത് ആ മസാല എല്ലാം കൂടി ഇതിനകത്തോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ആവശ്യത്തിലധികം മസാല മീനിനൊന്നും ആവരുത്, അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് പോവും. ഒരു മിനിമം മസാല മാത്രമേ ആവാവൂ. നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലത്തെ. ഇനി നിങ്ങൾ നോക്കിക്കോളി. അടുത്തത് ആ ട്രേ കഴുകി, ആ ട്രേ മസാല എല്ലാം കൂടെ ഞാൻ കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിന് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓവനിലോട്ട് വയ്ക്കുമ്പോൾ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തതായി ഈ മീനിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, കുറച്ച് ഒരു 2-3 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിടാം. കാപ്സിക്കം ഏത് വേണമെങ്കിലും നിങ്ങളിതൊന്ന് നോക്കിക്കാൻ. ഞാൻ ഇതിനകത്തോട്ട് ഒരു 4 സവാളയും ഇതിനകത്തോട്ട് ചെറിയ മീഡിയം സവാളയും, ഒരു വെൽ പേപ്പർ പച്ചയും ചുവപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഓവനിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു ഗാർണിഷ് ചെയ്യാൻ നല്ലതാണ്. ഇതിപ്പം ഇവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനി ഇത് ഓവനിലോട്ട് വയ്ക്കാം. നമുക്ക് ഈ മീനൊന്ന് ഓവനിലോട്ട് വയ്ക്കാം. ഞാൻ 200 ഡിഗ്രി ചൂടും 20 മിനിറ്റുമാണ് ടൈം കൊടുത്തിരിക്കുന്നത്. ഓവനിലോട്ട് വയ്ക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇതാ നോക്കിക്കാണി, ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റും 200 ഡിഗ്രി ചൂടിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണാനും ഇതാണ്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് മീൻ. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ എടുക്കാം. ഇതാ ഓവനിൽ വെച്ച ഫിഷ് തയ്യാറായിട്ടുണ്ട്. ഇതാ നോക്കൂ, വെറും 20 മിനിറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഡിഗ്രി ചൂടിലാണ് വെച്ചിട്ടുള്ളത്. ഇതാ നോക്കിക്കാണി നിങ്ങൾ, ഇങ്ങോട്ട് നോക്കൂ. മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ. നോക്കിക്കാണി, ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് സർവ് ചെയ്യാം. നോക്കാം, ഞാൻ ഇതേമാതിരി ഒരു കാസറോളിൽ കുറച്ച് ലെയ്ത്തൂസ് കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട് ഡിസൈന് വേണ്ടി. ഇതിലോട്ട് നമുക്ക് ആ മീനെടുത്ത് വെച്ച് കൊടുക്കാം. ഒരു പാലം പോലത്തെ ഒരു മീനാണ്. 2 കിലോയാണ് ഈ അമ്പ്. 2 കിലോ ആണ് ഈ മീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ നോക്കൂ, വാവ്. ഇതാ നോക്കി സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിക്കാണി. ഇനി അതിൻ്റെ കൂടെ ഈ തക്കാളി ഇതെല്ലാം കൂടി ഈ സൈഡിലോട്ട്, ഈ ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് ഈ സൈഡിലോട്ട് ഡിസൈനായിട്ട് വെച്ച് കൊടുക്കാം. എന്താ നോക്കൂ, ഇതിനാണ് ഈ സൈഡിൽ ഡിസൈൻ വെക്കാൻ വേണ്ടിയാണ് ഈ തക്കാളി ഉള്ളി എല്ലാം ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്.